ഹായ് ഗായ്സ്, കഥയിലൂടെ കാര്യത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ നമ്മളൊരു കുഞ്ഞു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ കഥ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. കൂടുതലും കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അത്രത്തോളം വലിയൊരു മോറലുള്ള ഒരു കുഞ്ഞു കഥയാണിത്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കല് ഒരു കൂട്ടം കുഞ്ഞി തവളകള് ഒരുമിച്ച് എന്ത് തീരുമാനിക്കാണ്? ഒരു ഓട്ട മത്സരം നടത്താൻ തീരുമാനിക്കാണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ കുഞ്ഞു മത്സരങ്ങളൊക്കെ നടത്തിയിട്ട് ആദ്യം ഓടിയെത്തുന്ന ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കില്ല. എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, അവനെക്കാട്ടിൽ എനിക്കാണ് സ്പീഡ്, അങ്ങനെ നമുക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ എന്ത് ചെയ്യാണ്, ഒരു കൂട്ടം കുഞ്ഞു തവളകൾ എന്ത് ചെയ്യാണ്, ഒരു മത്സരം നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ആ മത്സരം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലക്ഷ്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മുമ്പിൽ ഒരു കൊടിമരം ഉണ്ടായിരുന്നു. കൊടിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ August 15-നും അതേപോലെ തന്നെ റിപ്പബ്ലിക് ഡേക്കൊക്കെ നമ്മൾ കൊടി ഉയർത്തത്തില്ലേ, അതുപോലത്തെ ഒരു കൊടിമരമാണെന്ന് വിചാരിച്ചോ. ആ കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലെത്തുന്നത് ആരാണോ അയാളാണ് ജയിക്കുന്നതായിട്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കുഞ്ഞു തവള എന്ത് ചെയ്യാണ്, മത്സരിക്കാൻ വേണ്ടി നിരത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആര് വേണം? കുറച്ച് കാഴ്ചക്കാർ വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ തവളകൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്, മത്സരം തുടങ്ങുകയാണ്. അപ്പൊ ഇവരിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചാടുകയാണ്. നല്ല രസമായിരിക്കും. കുഞ്ഞു കുഞ്ഞു തവളകൾ ഒരുമിച്ച് ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്ന നല്ല ഭംഗിയായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചാടുന്ന സമയത്ത് ഇവിടുന്ന് രണ്ട് ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്യാണ്, ആദ്യം അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ ഇനിയും ചാടുക പറയണം. പക്ഷേ അതിൽ കുറച്ച് കൂട്ടം തവളകൾ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ തോന്നി, അയ്യേ ഇതെങ്ങനെ സാധിക്കും, ഈ കുഞ്ഞു തവളകൾക്ക് എങ്ങനെ ആ കുടിമരത്തിൽ കയറാൻ പറ്റും എന്ന് അവർക്കൊരു അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ആലോചിക്കും, എങ്ങനെയാ സായി ഈ പറയുന്ന ഈ തവളയ്ക്ക് എങ്ങനെ കൊടിമരത്തിൽ കയറാൻ പറ്റുന്നത്? നമുക്ക് അറിയാം, എത്ര പേർക്ക് അത് പെട്ടെന്ന് ഇപ്പൊ ആലോചിച്ചപ്പോ വന്നോന്ന് എനിക്കറിയത്തില്ല. തവളകളുടെ കൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഒട്ടിപ്പിടിക്കുന്ന പോലെയാ. അതുകൊണ്ട് തന്നെ തവളയ്ക്ക് ചുമരിലൊക്കെ ഇങ്ങനെ പതിഞ്ഞു നിൽക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഈ തവളകൾ എന്ത് ചെയ്യുന്നത്, ഈ കൊടിമരത്തിലേക്ക് കയറാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഓരോരുത്തരായിട്ട് ചാടി പോകുന്ന സമയത്ത് ഈ രണ്ട് സൈഡിൽ നിന്നും ഈ കുറച്ച് നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് തവളകളുണ്ടല്ലോ, ആ തവളകൾ അവിടെ നിന്ന് എന്ത് പറയാണ്, എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഈ തവളകൾ അവിടെ എത്തുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അപ്പൊ മറ്റപ്പുറത്ത് വേറൊരു തവള പറയാണ്, അതെ എനിക്കും തോന്നി, കാരണം നോക്കി ഈ കൊടിമരത്തിന് എന്തൊരു ഹൈറ്റാ, ഇതെങ്ങനെ ഈ പിള്ളേരൊക്കെ എങ്ങനെ അവിടേക്ക് ചാടി എത്തും എന്ന് അടുത്ത ആള് പറയണം. അപ്പൊ അപ്പുറത്തുനിന്ന് വേറൊരു തവള പറയാണ്, അതെ എനിക്കും തോന്നി, നല്ല ഉയരണ്ടല്ലേ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഈ ചെറിയ പിള്ളേർ ഇപ്പൊ തന്നെ അവരുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന തോന്നുന്നു, അതിന്റെ മുകളിൽ നിന്നോ മറ്റേ വീണ് കഴിഞ്ഞാൽ ചത്തുപോകുന്ന ഉറപ്പാണ്, അതിനുള്ള പണിയാണ് ഇവര് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഈ പറയുന്നതൊക്കെ എന്താ ഭയങ്കര ഉറക്കെയാ പറയുന്നത്. അപ്പൊ ഈ തുടങ്ങുന്ന ഈ ചാടി പോകുന്നില്ലല്ലോ തവളകൾ, കുറെയൊക്കെ ആദ്യം ചാടി പോകും, ബാക്കി ഇങ്ങനെ മെല്ലെ ചാടി വരില്ലേ. അപ്പൊ പിന്നാലെയുള്ള തവളകൾ എന്താണ്, ഈ കുഞ്ഞു തവളകൾ പിന്നാലെ ഉള്ളത്, ഇത് കേൾക്കുമ്പോ അവർക്ക് എന്ത് തോന്നി, അയ്യോ ഇനിയിപ്പൊ ഞാൻ ചാടിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് വീണ് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇനി, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മരിക്കാൻ ആ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ തവളകൾ അവിടെ വെച്ചിട്ട് പോവാണ്. അപ്പൊ പിന്നെയും ആ ഫസ്റ്റ് പോയ തവളകൾ എന്താ പിന്നെയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെയും ഇവര് പറയാണ്, എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അത് നല്ല വഴുക്കലുണ്ട്, ഈ തവള താഴെ വീഴുന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നെഗറ്റീവ് അടിക്കുന്ന തവളകൾ എന്ത് ചെയ്യണം, ഉറക്കെ പറയാണ്. അപ്പൊ എന്തായി, ആ പോകുന്ന കൂട്ടത്തില് കുറച്ചുകൂടി തവളകൾ എന്തായി, കളിക്കുന്നില്ല. അങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം എന്തായി, ഏറ്റവും മുകളിൽ എത്താൻ വേണ്ടിട്ട് ഒരൊറ്റ തവള ഉണ്ടായിരുന്നുള്ളൂ. ആ മുകളിലേക്ക് എത്തിയിട്ട് എത്ര ഒറ്റ തവള ഉണ്ടായിരുന്നുള്ളൂ. ആ തവള ഇങ്ങനെ ചാടി കയറിയിട്ട് എന്ത് ചെയ്യണം, ആ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ മറ്റുള്ള തവളക്കൊക്കെ ഇതിങ്ങനെ ഇപ്പൊ അങ്ങനെ സാധിച്ചു, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവനും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നു. പക്ഷെ ഈ തവള മാത്രം എങ്ങനെ അവിടെ എത്തി? എല്ലാവർക്കും ഭയങ്കര എന്താ സംഭവിച്ചെന്ന് അറിയാൻ ഭയങ്കര. അപ്പൊയാണ് ആ തവളയോട് ചോദിക്കുകയാണ്. അപ്പൊ പേര് വിളിക്കുന്നുണ്ട്, ആ തവള എങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്താ, ആ തവള തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണ്, ആ തവളയ്ക്ക് എന്തില്ല, ചെവി കേൾക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ മറ്റുള്ളവരൊക്കെ കുറ്റം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ആ തവള കേട്ടിട്ടില്ല. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മളും ആ കുഞ്ഞു തവളയാണ് ആവാനാണ് ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, നിന്നെ കൊണ്ട് സാധിക്കില്ല, നീ ഈ എടുക്കുന്ന കാര്യം വളരെ വലുതാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കേട്ട് നമ്മൾ ഒരിക്കലും പിൻവാങ്ങാൻ പറ്റില്ല. ഒരുപാട് പേര് പറയും, നിന്നെ കൊണ്ട് ഇത് ശ്രമിച്ചാൽ പറ്റില്ല. പക്ഷെ നിങ്ങളെ ശ്രമിക്കാൻ അവർ വിട്ടിട്ടാണോ ഇത് പറയുന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതൊന്നും അല്ല കേൾക്കേണ്ടത്. ആര് പറയുന്നതാ കേൾക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അടുത്ത കുഞ്ഞി കഥ വരെ കാത്തിരിക്കാം. ബൈ.